ഏറ്റവും നല്ല വരുമാനം ഗവൺമെൻറ് ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അഭിപ്രായക്കാരൻ തന്നെയാണ്, അതിനോട് യോജിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ദീനിന് ഇൽമിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വരൽ വളരെ അപൂർവമാണ്. അത് ഫക്കീറന്മാരെന്നേ വരുള്ളൂ. ഈ ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ആളുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, റിട്ടയർഡ് അവരൊക്കെ ഉണ്ട്. ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, ഒരു വസ്തുത. അവരിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ഖാദിമാര്, വിധികർത്താക്കൾ, ഖുത്ബോദുന്നവർ, പ്രഭാഷണം നടത്തുന്നവർ, ദർസ് നടത്തുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ വരൽ വളരെ പ്രയാസമായിരിക്കും. എന്താ കാരണം എന്നറിയാം നിങ്ങൾ? എല്ലാവരും അങ്ങനെ പറയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ പറയല്ല. ആകെ 150 ദിവസമേ പണിയുള്ളൂ. ആ 150 ദിവസത്തിന് മുഴുവൻ ഹാജരാവില്ല. ഹാജരായ ദിവസം ഒരു ഒപ്പിടണമെങ്കിൽ പൈസ വേറെ കൊടുക്കണം. ഇതന്നെ സംഗതി. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ മതി എന്ന് പറഞ്ഞാൽ ബർക്കത്തുണ്ടാവും. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബർക്കത്തില്ലാത്ത 500 ഉറുപ്പ്യ വരും. അതന്നെ സംഗതി. ഉള്ള പണി നേരങ്ങത്തിൽ എടുത്താൽ മതി, ബർക്കത്തുണ്ടാവും. ഉള്ള പണി നേരങ്ങത്തിൽ എടുക്കണം. അതിന് വേറെ നൈപ്പൂലി പറഞ്ഞിട്ട് വേറെ വാങ്ങാതിരിക്കണം. എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം. അല്ലാതെ ശമ്പളം കുറക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണെങ്കിൽ സംഗതി ബറക്കത്തുണ്ടാവും. അല്ലെങ്കിൽ ബറക്കത്തില്ലാത്ത സമ്പത്തായിട്ട് മാറും. ഗവൺമെൻറ് ജോലിക്ക് എല്ലാവരും പരിശ്രമിക്കണം. ഏറ്റവും നല്ല വരുമാന മാർഗം അതാണ്. ഞാനതിനെ 100% പിന്തുണക്കുന്നു. പക്ഷേ ജോലി ഇല്ലാത്തവൻ്റെ സ്വഭാവവും ജോലിയുള്ളവൻ്റെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും. ജോലിയാണ് കിട്ടിയാൽ ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില വില്ലേജ് ഓഫീസിൽ ചെന്നാൽ മോത്ത് കോക്കാത്ത കുറച്ച് സൈസ് മനുഷ്യന്മാരുണ്ടാവും അവിടെ. ഒരു ജോലി കിട്ടുന്നതിന് മുന്നേ ഈ സ്വഭാവം ഒന്നല്ല, ജോലി കിട്ടിയതിൻ്റെ ശേഷം ഈ സ്വഭാവത്തിലേക്കാണ് മാറിയതാണ്. അവിടെ നിന്ന് മാറിയിട്ട് ഈ തൊഴിൽ എന്തിനുള്ളതാണ്, ഞാനിതിൻ്റെ ശമ്പളം പറ്റുന്നത് എന്തിനാണ് എന്ന ബോധ്യത്തോടു കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ബർക്കത്തുണ്ടാവും, മക്കൾ നേരാവുകയും ചെയ്യും. അപ്പോൾ തൊയ്യിബാവുകയും ചെയ്യും, അല്ലെങ്കിൽ തൊയ്യിബാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞാനൊരിക്കൽ മദീനയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളിനോട് സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫർണിച്ചർ ഒന്നിച്ചിറക്കിയിട്ട് അത് കടകളിൽ സെയിൽ ചെയ്യുക, എന്നിട്ട് പൈസ പിരിക്കുക, ഇങ്ങനത്തെ ഒരു കമ്പനിയാണ്. ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ നല്ല 1-ാം തരം ഫർണിച്ചറുകൾ ഇറക്കിയിട്ട് കടകളിലൊക്കെ കൊടുക്കുക, എന്നിട്ട് പൈസ പിരിക്കുക. അങ്ങനെ കുറേ ജോലിക്കാരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് അയാൾ നടത്തുന്നത്. 6 മാസത്തെ ലീവിന് എല്ലാ ഇടപാടുകളും മാനേജറെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിൽ പോന്നു. 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ വന്നേക്കിന് കയ്യും കണക്കും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പോകുകയാണ്. ഒരാളെ ശമ്പളത്തിൽ നിന്നിട്ട് അതേമാതിരത്തെ വേറെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനം ഇറക്കിങ്ങാണ്ട് സെയിൽ ചെയ്തിട്ട് മജ്‌ലിസുന്നൂർക്ക് 313 ഉറുപ്പ്യ വേണ്ട, ബദരീങ്ങളോ അവൻ്റെ 313 ഉറുപ്പ്യ കാത്തു നിൽക്കല്ല കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട്. തന്നെയാണ് ഈ പറഞ്ഞ സംഗതി. അപ്പം മുതലിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ജിദ്ദയിൽ ജോലിയാണ്, അല്ലെങ്കിൽ UAE ജോലിയാണ്, കഫ്തീരിയയിലാണ് ജോലി. 1500 റിയാൽ കൂലിയുണ്ട്. കൊറോണ വന്നപ്പോൾ അവൻ പറഞ്ഞു മുതലാളിനോട് 1500 പോരാ, എനിക്ക് 2500 വേണമെന്ന് പറഞ്ഞു. മുതലാളി പറഞ്ഞു ഞാൻ എനിക്കൊരു 2000 ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പറ്റൂല, 2500 വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഹുറൂജ് അടിച്ചാൽ ഞാൻ പോകുകയാണ് പറഞ്ഞു. ഓനോട് പോയാൽ മുതലാളിയുടെ കഫ്തീരിയാണ് പൊളി. കാര്യങ്ങളെ ഗൗരവത്തിൽ കാണണം. സന്താന പരിപാലനം, അടുത്ത ഉമ്മത്തിന് വേണ്ടിയുള്ള നീക്കിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. അതിലൊന്ന് ഈമാൻ കൈമാറണം, ഒരു കേടുമില്ലാതെ. നമ്മളെ മക്കൾക്ക്, അടുത്ത സമൂഹത്തിന് ഈമാൻ അടുത്ത തലമുറക്ക് കൈമാറാൻ കഴിയണമെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കണം. ഈമാനിനൊരു അടിസ്ഥാനമുണ്ട്. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്.
ഇതൊക്കെ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക. മുഹമ്മദ് നബിനെ മനസ്സിലായില്ലെങ്കിൽ അള്ളാഹിനെ കൊണ്ട് വിശ്വാസം വരില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മുഹമ്മദ് നബിനെ വിശ്വാസം ഇല്ലെങ്കിൽ മലക്കുകളെ വിശ്വാസം വരില്ല. അള്ളാഹുവിൻ്റെ കിതാബുകളെ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരാൾക്ക് വിശ്വാസമാണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കൊണ്ട് വിശ്വസിക്കുക. സ്വർഗം എങ്ങനെയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. സ്വർഗത്തിൽ എന്തൊക്കെ കുറേ ഉണ്ട് എന്നേ മനസ്സിലാവുള്ളൂ, എന്താന്ന് മനസ്സിലാവില്ല. സ്വർഗത്തെ പറ്റിയപ്പോൾ പരമാവധി നമുക്ക് അറിയണ കാര്യം എന്താ വെച്ചാൽ കുറേ തിന്നുണ്ട് എന്നാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അതെന്താ പറയുക? നിങ്ങൾ ലാവിഷായാൽ രസം നഷ്ടപ്പെടും. മനസ്സിലായില്ല. മത്തിക്ക് എന്താ വില എന്ന് ചോദിച്ചു മീൻകാരനോട്. അതിൽ പറഞ്ഞു 2 കിലോ 50 ഉറുപ്പ്യാണ് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അയിലക്ക് എന്താ വില എന്ന് ചോദിച്ചു. അയില കിലോ 150 ഉറുപ്പ്യാണ് പറഞ്ഞത്. എന്നാൽ അയില 1/2 കിലോ എടുക്കുക പറയും. മത്തി വേണ്ട. കാരണം എന്താ? 2 കിലോ 50 ഉറുപ്പ്യാണ്, വേണ്ടി വരില്ല. ലാവിഷായാൽ രസം നഷ്ടപ്പെടും. അതേ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെന്നിട്ട് എന്താ മീനിന് വില എന്ന് ചോദിച്ചു. അത് പറഞ്ഞു പിന്നെ മത്തിയാണുള്ളത്, അത് കുറച്ച് വില കൂടുതലാണ് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. കിലോ 500 ഉറുപ്പ്യാണെന്ന് പറഞ്ഞു. വിചാരിച്ചോളി മത്തിക്ക്. എന്നാൽ ഒരു 1/2 കിലോണ് കൊണ്ടുപോകാറ്. സ്വർഗത്തിൽ ഭക്ഷണം ലാവിഷാണ്, അതുകൊണ്ട് രസം ഉണ്ടാവില്ല. സ്വർഗത്തിലെ ഭക്ഷണേ എപ്പോൾ നോക്കിയാലും മുന്തിരി, ഉറുമാമ്പഴം, ആപ്പിള്, അങ്ങനെ ലാവിഷാണ്. എന്നും കോഴിയാണെങ്കിൽ ആർക്കെങ്കിലും കോഴി വേണ്ടി വരുമോ? എന്നും മന്തിയാണ്. എന്നാൽ എന്താ പറയുക? മന്തി അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതാണ് അപ്പോൾ പറയാം. ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ സ്വർഗത്തിൽ എല്ലാ ഭക്ഷണങ്ങളും ലാവിഷായതിനാൽ രസം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പരമാവധി മനസ്സിലായി എന്ന് തോന്നുന്ന സ്വർഗമാണ്, അതും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് സ്വർഗം മനസ്സിലായി, നരകം മനസ്സിലായി, സിറാത്ത് പാലം മനസ്സിലായി എന്നതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ അതിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ എല്ലാ വിശ്വാസവും പോകും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്നതാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വലാണ്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ഏത് മാസത്തിലാ? റബീഉൽ അവ്വലാണ് ഏറ്റവും തർക്കം ഉണ്ടാകുക. അത് കഴിഞ്ഞ റമദാനിലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസം റബീഉൽ അവ്വലാ. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ്. മുഹമ്മദ് നബിയിൽ താല്പര്യം കുറഞ്ഞു വരുന്നതിനെയാണ് ഈമാന്റെ നുക്സാനിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്താണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത? മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. ഇതന്നെ സംഗതി. അപ്പം അതുകൊണ്ട് ഈമാൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അത് മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. ഇത് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചാൽ അവരിൽ നിന്ന് അടുത്ത തലമുറക്ക് കിട്ടും. ഈമാൻ കൈമാറ്റം ചെയ്യപ്പെടും. എങ്ങനെ പഠിപ്പിക്കുക? വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തണം. അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ കുട്ടിനോട് പറയണം, മോനെ വറ്റ് ചാടല്ലോ, ചാടിയ ഭക്ഷണം എടുത്തു കഴിച്ചാൽ ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവൂല എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുക. പെരപ്പണി കഴിഞ്ഞിട്ട് പൈൻ്റൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ കട്ട വിരിച്ചിട്ട് സൈഡിൽ കൂടെ ഓളോറിസൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് 3 റോസാക്കൊമ്പ് കൊടുന്ന് കുഴിച്ചിടുമ്പോൾ മോനോട് പറയാം, മോനെ മുഹമ്മദ് നബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണുണ്ടായിരുന്നത് എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് 3 റോസാക്കൊമ്പ് കുഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ റോസാക്കൊമ്പിനെ മുഹമ്മദ് നബിയോട് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തി. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ഈമാൻ നിലനിൽക്കുക. ഏത് വിഷയങ്ങളെ പഠിക്കുന്നതും അതിൻ്റെ ആളെ വെച്ചിട്ടാണ്.
ഇസ്ലാമിൻ്റെ വിമർശകർ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബിയെയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈമാൻ്റെ അടിസ്ഥാനം. അത് കുട്ടികളെ നല്ലോണം പഠിപ്പിച്ചാൽ ഓല ഈമാൻ എവിടുക്കും പോവില്ല, നിരീശ്വരവാദിയാവില്ല, യുക്തിവാദിയാവില്ല, സർവമത സത്യവാദിയാവില്ല, ഒന്നും ആവില്ല. അല്ലെങ്കിലും അതിലൊന്നും വലിയ കഥയില്ല, പറഞ്ഞവർക്ക് തന്നെ അതിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം ഈ ലിബറലിസം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവമാണല്ലോ. ലിബറലിസം എന്ന് പറയുന്നത് ഒരു പഴയ 16-ാം നൂറ്റാണ്ടിൽ AD 1600 കൊണ്ടുവന്ന ഒരു തത്വമാണത്. 16-ാം നൂറ്റാണ്ടിൽ പിന്നെ അത് വളരെ നവീകരിച്ച് ഒരു 19-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് വന്നിട്ടുണ്ട്. ഇതാദ്യമായി കൊണ്ടുവരുന്നത് ഒരു അമേരിക്കൻ ചിന്തകനായിരുന്ന ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ ലിബറലിസം എന്ന് പറയുന്ന സർവത്ര സ്വതന്ത്രതാവാദം ആദ്യമായി കൊണ്ടുവരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന്, പുരാതനമായ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, രാജാവിനെ അംഗീകരിക്കുകയൊക്കെ വേണം, പക്ഷെ ഒരു രാജാവ് മാറി വേറെ രാജാവ് വരാൻ പാടില്ല എന്നൊന്നുമില്ല, ദൈവമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്, പുരോഹിതന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്താൽ പുരോഹിതന്മാരോട് ചെന്നിട്ട് പറഞ്ഞാൽ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാകും എന്ന് വിശ്വസിച്ചിരുന്നു. അതിനെതിരിലാണ് രണ്ടാമത് വാദിച്ചത്. മൂന്നാമത്തത്, പഴയ കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥ ഒരു നിലയ്ക്ക് നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ രൂക്ഷമായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. അതെങ്ങനെയാ വെച്ചാൽ മുതൽ മൊത്തം, ഭൂമിയുടെ മൊത്തം അവകാശി ജമ്മിയാണ്. കർഷകന് കൃഷി ചെയ്യാം. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്നെടുത്തുകൊണ്ട് ഓലാണ് കൊണ്ടുപോകും. എന്തെങ്കിലും കർഷകന് കൊടുത്താൽ അത് കിട്ടി. കർഷകൻ ഓനിഷ്ടമുള്ളത് മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കല്ല, ജമ്മിക്ക് അങ്ങോട്ട് കൊടുക്കല്ല. കൃഷി എന്തായാലും കർഷകൻ നടത്തണം. വിളവെടുത്താൽ അത് മൊത്തം ജമ്മിക്കുള്ളതാണ്. ജമ്മി എന്തെങ്കിലും കൊടുത്താൽ അങ്ങോട്ട് വാങ്ങാം എന്നതാണ്. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നത്. ഇതിനെതിരെയാണ് ഈ സ്വതന്ത്രതാവാദം, ലിബറലിസം വരുന്നത്. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് അത് അതിമൊന്ന് മാറിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ക്ലാസിക്കൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ആത്മീയത, അന്തസത്ത ചോർന്നു പോയ വാദത്തെയാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അതായത് പഴയ നാട്ടിൽ, നമ്മളൊക്കെ നാട്ടിൽ ഈ ഖാദിരിയ ത്വരീഖത്തിൻ്റെ ആൾക്കാർ കുറേ ഉണ്ടാവും. ഖാദിരിയ ത്വരീഖത്തിൽ കുറേ ദിക്റുകളുണ്ടാവും. ഉദാഹരണം കുത്തുബിയത്തൊക്കെ എടുത്തു നോക്കിയാൽ കുറേ 1000 അതിന് യാഹൂസിയ മുഹ്യിദ്ദീനൊക്കെ ചെല്ലണം. അപ്പോൾ നല്ലോണം പയിച്ചും. അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടാക്കും. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുത്തുബിയത്തൊന്നുമില്ല, കുട്ടൻ ബിരിയാണി ബാക്കിയായി. ഇതിനെയാണ് ക്ലാസിക്കൽ സൂഫിസം എന്ന് പറഞ്ഞത്. എന്ന മാതിരത്തൊരു സാധനമായിട്ട് ലിബറലിസം മാറി. വാദമൊന്നുമില്ലാത്ത വർത്താനം. 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് അത് വീണ്ടും മാറി. സോഷ്യൽ ലിബറലിസം എന്ന പേരിൽ മാറി. സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ നിലവിൽ എന്താണോ ഉള്ളത് അതിനെതിരിൽ പറയാം. ഒരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയാണ് കെട്ടണത് എന്ന് വിചാരിക്കുക, കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക. അവിടെ അതിൻ്റെ നേരെ എതിര് പറയാം. എങ്ങനെയൊന്നുമല്ല വേണ്ടത്, ആണ് പെണ്ണിനും പെണ്ണ് ആണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയാം. എന്നാൽ ഒരു നാട്ടിൽ ചെന്നപ്പോൾ ആണ് പെണ്ണിനും പെണ്ണ് ആണിനെയാണ് കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക. അവിടെ അതിൻ്റെ നേരെ എതിര് പറയാം. ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്, പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറയാം. നിലവിൽ നാട്ടു നടപ്പിലുള്ളതിന് നേരെ എതിരിൽ പറയുന്നതിൻ്റെ പേരായി മാറി. അതിനെയാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത്. 21-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് അത് വീണ്ടും മാറി. അതാണ് ഇന്ന് നിലവിലുള്ളത്. അത് പൊളിറ്റിക്കൽ ലിബറലിസം എന്നതാണ് നിലവിലുള്ളത്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറഞ്ഞത്. വോട്ടണ്ട് കിട്ടൂല എന്ന് കണ്ടാൽ മാറ്റിയാണ്ട് പറയും. അതന്നെ സംഗതി. അതാണ് ഇപ്പം ഇന്ന് നിലവിലുള്ളത്. അതിലൊന്നും നമ്മൾ അങ്ങനെ ഒരു ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. ഈമാൻ സംരക്ഷിക്കപ്പെടാണ് വേണ്ടത്. എന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കണം. ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാനത്തുല്ലാഹി അലൈഹി ആയ അബൂജാഹിലിന് അള്ളാൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതല്ല,
ഈ മക്കത്ത് ഒരു നബി ഉണ്ടാകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത്. അതാ യത്തീം കുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് അബൂജാഹിലിനുണ്ടായ പ്രശ്നം. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. മക്കളെ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അടുത്ത തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ഉമ്മത്തിൻ്റെ ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിട്ട് അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്